ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ മുംബൈയിലെ വസതിക്ക് നേർക്ക് വെടിവെപ്പ്. പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അജ്ഞാതരായ രണ്ടുപേർ ബൈക്കിലെത്തി വെടിയുതിർത്തു എന്നാണ് പോലീസ് പറയുന്നത്. പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ശക്തമാക്കിയിരിക്കുന്നു. എസ് രഞ്ജിത്ത് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ ഈ വെടിവെപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നുണ്ടോ? മുംബൈയിലെ ചില ഗുണ്ടകളിൽ നിന്നും സൽമാൻ ഖാന് ഭീഷണി ഉണ്ടായിരുന്നതായി ചില വാർത്തകൾ ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? സൽമാൻ ഖാന്റെ പ്രതികരണം വന്നിട്ടുണ്ടോ? തീർച്ചയായും സൽമാൻ ഖാന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല. അതേസമയം പോലീസിന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചില ഗുണ്ടാ തലവന്മാരുടെ ഭീഷണി സൽമാൻ ഖാൻ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പോൾ സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിവയ്പ് ഉണ്ടായത് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രധാനമായും ലോറൻസ് ബിഷ്ണോയിയുടെ 10 അംഗ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാന വ്യക്തിയാണ് സൽമാൻ ഖാൻ എന്ന് കഴിഞ്ഞ വർഷം NIA റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഈ സൽമാൻ ഖാന് സുരക്ഷ വലിയ തോതിൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ Y+ സുരക്ഷയാണ് സൽമാൻ ഖാന് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 1998 കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ സൽമാൻ ഖാന് ഇത്തരത്തിൽ ലോറൻസ് ബിഷ്ണോയിയുടെ ഭീഷണി ഉണ്ടാകുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണമായി പറയപ്പെടുന്നത്. അതായത് ബിഷ്ണോയി സമൂഹത്തെ അപകീർത്തിപ്പെടുത്തി എന്നതാണ് ഈ ലോറൻസ് ബിഷ്ണോയ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ലോറൻസ് ബിഷ്ണോയുടെ ആളുകളായിരിക്കാം ഇത്തരത്തിൽ സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിയുതിർത്തത് എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ പ്രാഥമികമായ ഒരു നിഗമനം മാത്രമാണ് അത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിൽ ഇപ്പോൾ പോലീസ് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബാന്ദ്ര പോലീസാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. അത് ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് ആയിരിക്കും ഈ കേസ് വിശദമായി അന്വേഷിക്കുക. ശരി, എസ് രഞ്ജിത്താണ് വിവരങ്ങൾ.